ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യലായിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള നല്ലൊരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. വ്യത്യസ്തമായ ടേസ്റ്റിലും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടം. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഇഫ്താർ സ്പെഷ്യലായിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള നല്ലൊരു അടിപൊളി ജ്യൂസാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വ്യത്യസ്തമായ ടേസ്റ്റിലും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒത്തിരി ജ്യൂസിൻ്റെ റെസിപ്പി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്, 3 ഞാലിപ്പൂവൻ എടുത്തിട്ടുണ്ട്, ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പഴമെല്ലാം ഒന്ന് തൊലി കളഞ്ഞ് ആപ്പിളൊക്കെ തൊലി കളഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മളിവിടെ ആപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, പഴം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ആപ്പിൾ നിങ്ങൾക്ക് തൊലി കളയാതെ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഇതിന് പകരം നിങ്ങൾക്ക് തേൻ വേണമെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിതാ 500 ml ഒരു പാക്കറ്റ് പാല് ഒന്ന് ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഒരല്പം ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് അങ്ങോട്ട് ഈ ഒരു അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് നമ്മളിവിടെ ഒരു ബൗളിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഈ ഒരു രീതിയിൽ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരല്പം ബൂസ്റ്റ് ചേർത്ത് കൊടുക്കും. അവിടെ വളരെ കുറച്ച് ചേർത്തെടുക്കുന്നുണ്ട്, ഒത്തിരി വേണ്ട. അപ്പോൾ ഇതാ നമ്മൾ ഒരല്പം ബൂസ്റ്റ് നമ്മൾ ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള നല്ല അടിപൊളി ജ്യൂസ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇനി ഞാനിതാ ഒരു ഗ്ലാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു ജ്യൂസ് അങ്ങ് ഒഴിച്ചെടുക്കാം. ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ നമുക്ക് ചേർക്കാം കേട്ടോ. ഒരല്പം ബൂസ്റ്റ് പൊടിയും കൂടെ ചേർത്ത്. ഇതാ ഞാൻ ടൂട്ടി ഫ്രൂട്ടി അതും കൂടെ വെച്ച് കൊടുക്കുക. ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള വ്യത്യസ്തമായ ടേസ്റ്റിലുള്ള അടിപൊളി ജ്യൂസ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇഫ്താറിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.